ഹലോ മക്കളെ, ഇതാ നമ്മുടെ അവസാനത്തെ എക്സാം ആയിട്ടുള്ള ബയോളജി പരീക്ഷയാണ് ഇനി നമ്മൾ നേരിടാൻ പോകുന്നത്. എന്തായാലും എല്ലാവർക്കും നമ്മുടെ ലാസ്റ്റ് എക്സാം സിൻഡ്രോം ഒക്കെ വന്നിട്ടുണ്ട്. അവസാനം ഒരു പരീക്ഷയല്ലേ ഉള്ളൂ, ഇനി എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു പോകാമെന്ന്. എന്നാൽ അങ്ങനെയല്ല, സിലബസ് മാറിയതാണ് ഈ വർഷം. അതുകൊണ്ട് തന്നെ ബയോളജി എക്സാം നല്ല രീതിയിൽ ടഫായിട്ടാണ് വരാൻ പോകുന്നത്. 2 ചാപ്റ്റേഴ്സും നല്ല ലെങ്തി ചാപ്റ്റേഴ്സാണ്. അതുമാത്രമല്ല, ഹാർട്ടിൻ്റെ സ്ട്രക്ചറും അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റവും 2 സിസ്റ്റംസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡയഗ്രാംസ്, അതുപോലെ എങ്ങനെ പ്രോസസ്സുകൾ വരുന്നു, അതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഇന്ന് വൈകുന്നേരം കറക്റ്റ് നമ്മുടെ മാരത്തൺ ലൈവിൽ വരണം. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഓരോന്നും എൻസൈംസുകൾ എന്തൊക്കെ വരണം എന്ന് പഠിക്കണം. അതുമാത്രമല്ല, ഹാർട്ടിൻ്റെ സ്ട്രക്ചർ പഠിക്കണം, ബ്ലഡ് ഫ്ലോ പഠിക്കണം, സർക്കുലേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. 1ാം പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വളരെ കുഴച്ചാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എല്ലാം പക്കാക്കാൻ നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് പ്രഡിക്ഷൻ ലെവലിൽ തന്നെ നമ്മൾ സെറ്റാക്കി തരും. അപ്പോൾ എല്ലാവരും കറക്റ്റ് ലൈവിൽ വരിക. അതുമാത്രമല്ല, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെയും എല്ലാവരും തന്നെ വരണം. അപ്പം എന്തായാലും ലൈവിൽ സെറ്റാക്കണം. ബയോളജി ഫുൾ മാർക്കിനെ നമുക്ക് ഉറപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്.